നമസ്കാരം. കൃഷ്ണാര്യമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലെ വീഡിയോയുമായി എത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം, ഇന്നലെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ എല്ലാ പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് ആരാണ് എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് എല്ലാവരും ശരിയുത്തരം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരാണ് ഇവിടുത്തെ എല്ലാ പൂജാവിധികളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം അല്ലേ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8-ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. നമ്മൾ കേരളീയർക്ക് അഭിമാനകരമാണ്. ഇത്രയും ഒരു മഹാത്മാവ് ജീവിച്ച ആ ഒരു പുണ്യഭൂമിയിൽ, ജനിച്ച ഈ ഒരു പുണ്യഭൂമിയിൽ നമ്മളും കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും അഭിമാനിക്കാനുള്ള ഒരു വക തന്നെയാണ് അല്ലേ. ആര്യാമ്പാന്തരജനത്തിൻ്റെയും ശിവഗുരു അദ്ദേഹത്തിൻ്റെയും മകനായിരുന്നു. ശരിക്കും ആ ഒരു മഹാദേവനെ ഭജിച്ച് ഉണ്ടായ ഉണ്ണിയാണ് ശങ്കരൻ എന്ന ആദിശങ്കരാചാര്യര് എന്നും അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നതിൽ അമ്മയ്ക്ക് ചെറിയ വിമുഖത ഉണ്ടായിരുന്നു എന്നും അച്ഛൻ നേരത്തെ ഭഗവത്പദം പോകുകയും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നതിനോട് അമ്മയ്ക്ക് യോജിപ്പില്ലാതിരുന്ന ഒരു സമയത്ത് അദ്ദേഹം കുളിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുതല വന്ന് കടിക്കുകയും എന്തൊക്കെ ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ സാധിക്കാതിരുന്ന സമയത്ത് സന്യാസത്തിന് പറഞ്ഞേക്കാമെന്ന് അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ സമ്മതം മൂളുകയും അങ്ങനെ ആ ഒരു ജഗദ്ഗുരുവിനെ നമുക്ക് ആ അമ്മയിലൂടെ ലഭിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇത് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉണ്ടായിരുന്നു എന്നും ആകാശമാർഗേണ സഞ്ചരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആകാശമാർഗേണ സഞ്ചരിക്കുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകൾ വശത്തിലൂടെ അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ഭഗവാനെ സ്തുതിക്കാൻ ശ്രമിക്കുകയും ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കാതായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ ഇച്ഛ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം താഴെ വന്ന് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഇവിടെ ഭജനം പാർത്ത് ഇവിടുത്തെ എല്ലാ ചിട്ടകളും പൂജാവിധികളുടെ എല്ലാ ചിട്ടകളും സമ്പ്രദായങ്ങളും ക്രമീകരിക്കുകയും ചെയ്തു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇന്നും ആ ഒരു വടക്ക് പടിഞ്ഞാറ് വശത്തെത്തുന്ന സമയത്ത് ഒരു നിമിഷം കൊട്ട് ശിവേലിയുടെ വാദ്യഘോഷങ്ങൾ നിർത്താറുണ്ട്. അത് ശങ്കരാചാര്യരെ അനുസ്മരിച്ചുകൊണ്ടാണ് നിർത്തുന്നത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നും ശങ്കരാചാര്യർക്ക് അത്രയധികം പ്രാധാന്യം ഗുരുവായൂരപ്പൻ നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഭജഗോവിന്ദം പോലുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, അമ്മയ്ക്ക് ആ ശങ്കരാചാര്യര് ഇതിന് പോകുന്ന സമയത്ത്, അതായത് സന്യാസത്തിന് പോകുന്ന സമയത്ത് ശങ്കരാചാര്യർ അമ്മയ്ക്ക് ഒരു എന്താ പറയുക, അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ആരും ഇല്ലല്ലോ, ശങ്കരനാണെങ്കിൽ ഇങ്ങനെ പോവുകയാണല്ലോ, അപ്പോൾ അമ്മ എപ്പോഴാണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ശങ്കര എന്ന് വിളിക്കുന്നത് ആ സമയത്ത് ഞാൻ മുന്നിലുണ്ടാവും എന്ന് ഒരു അനുഗ്രഹം തന്നെ അമ്മയ്ക്ക് ശങ്കരനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നും അങ്ങനെ അമ്മയുടെ അന്ത്യകാലഘട്ടത്തിൽ ആ ശങ്കരാചാര്യരെ മനസ്സാൽ അനുസ്മരിച്ച് ശങ്കര എന്ന് വിളിച്ചതും അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു എന്നും ഈ മരണഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവുമല്ലോ, പേടിയാവുന്നു ശങ്കര എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രചിച്ച ഒരു വിഷ്ണു ഭുജംഗ പ്രയാദം എന്ന ആ ഒരു കാവ്യം, അത് കേട്ടുകൊണ്ട് ആ ഭയം ഇല്ലാതായത് ഗുരുവായൂരപ്പൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് എന്നും ഭുജംഗ പ്രയാദം ചൊല്ലുന്നതിൽ ഇന്നും അത്രയും പ്രാധാന്യമുണ്ട് എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയാറുള്ളത് കേട്ടോ. വിദംശം വിദം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരം ഓങ്കാരഗമ്യം എന്ന് തുടങ്ങുന്ന വിഷ്ണു ഭുജംഗ പ്രയാദം അത് ശങ്കരാചാര്യരുടെ മടിയിൽ കിടന്നുകൊണ്ട് കേട്ടുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം കണ്ടുകൊണ്ടാണത്രേ ആ ശങ്കരാചാര്യരുടെ അമ്മ ഇഹലോകവാസം വെടിഞ്ഞത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശങ്കരാചാര്യരെ കുറിച്ച് അനുസ്മരിക്കുകയാണെങ്കിൽ അനേകം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സർണത്ത് മനയെക്കുറിച്ചും അങ്ങനെ പലതും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കനകധാരാസ്തവത്തിനെ കുറിച്ചും
സൗന്ദര്യലഹരിയെക്കുറിച്ചും അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ നാരായണീയ രചനയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ രചനയുടെ കാരണം പറയുന്ന സമയത്തും ശങ്കരാചാര്യരെ ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട്. എന്തായാലും ആചാര്യസ്വാമികളുടെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ, ഇന്നത്തെ ഉത്തരങ്ങൾ, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഥ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ ഒരു സത്സംഗം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ നമുക്ക്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് ചോദ്യം ചോദിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു തിരുത്തലാണ് കേട്ടോ. സീത എന്ന ഭക്തയാണ് ഈ തിരുത്ത് എനിക്ക് പറഞ്ഞു തന്നത്. ഇന്നലെ ഞാൻ അഷ്ടപതിയെക്കുറിച്ച് പറയുമ്പോൾ ഗീതാഗോവിന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതാഗോവിന്ദം എന്നല്ല പറയേണ്ടത്, ഗീതഗോവിന്ദം എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഗീതഗോവിന്ദവും ഗീതാഗോവിന്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഗീതഗോവിന്ദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകളാണെന്നും ഗീതാഗോവിന്ദം എന്ന് പറഞ്ഞാൽ ഗീതയുടെ ഗോവിന്ദൻ എന്നാണ് അർത്ഥം വരുന്നത് എന്നും പറഞ്ഞു. അപ്പം അർത്ഥം മാറിപ്പോരുതെന്ന് വലിയൊരു ക്ഷമാപണം നടത്തുന്നു എല്ലാവരോടും. ഒപ്പം തന്നെ സീത ചേച്ചിയോട് ഒരുപാട് നന്ദിയും അറിയിക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒരു തിരുത്ത് പറഞ്ഞു തന്നത്. ജയദേവ കവിയെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് തോന്നുന്നു. അഷ്ടപതി എന്ന മഹാകാവ്യം രചിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ രാധാകൃഷ്ണ സംഗമത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ വാച്യാർത്ഥം മാത്രമാണ്. വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നത് അതിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്താ വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ്. അതായത് ആ ഒരു നമ്മളുടെ ശരീരത്തിനെ വൃന്ദാവനമായിട്ടും അതുപോലെ തന്നെ അതിൽ 3 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഈ അഷ്ടപതിയിൽ. കൃഷ്ണൻ, രാധ, ഒരു സഖി. ഈ 3 കഥാപാത്രങ്ങളിലൂടെയാണ് ആ കഥകൾ മുഴുവനായിട്ടും പോകുന്നത്. അതിൽ നമ്മുടെ ആ ഒരു ശരീരത്തിനെ വൃന്ദാവനമായിട്ടും നമ്മളുടെ ആ ഒരു മനസ്സിനെ രാധാദേവിയായിട്ടും ഭക്തിയെ ആ സഖിയായിട്ടും കണക്കാക്കുകയാണെങ്കിൽ ഈശ്വരനിലേക്ക് സമർപ്പിക്കപ്പെടണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ശരീരം കൊണ്ട് ഭഗവാനെ എത്ര കണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ അത്ര കണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ ഭക്തിഭാവം വരുത്തിക്കൊണ്ട് ഭഗവാനിൽ ലയിച്ചു ചേരാൻ സാധിക്കട്ടെ എന്നാണ് ഈ ഒരു ഗീതഗോവിന്ദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കൃതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും കൂടി അനുസ്മരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിരുത്തിന് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി ക്ഷമിക്കുകയും വേണം എല്ലാവരും ഞാൻ തെറ്റി പറഞ്ഞതിൽ. അടുത്തതായിട്ട് ചോദ്യമാണ്. തൃമ്മധുരം, അഴൽ, ആൾരൂപം, പാൽപ്പായസം, തിരുമുടിമാല ഇത് മുഴുവനും ഈവനിങ് ടൈം ചെയ്യാൻ പറ്റുമോ എന്നാണ് പാർവതി രഞ്ജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ തൃമ്മധുരം നേദിക്കുന്നത് ഉച്ചപൂജയ്ക്കാണ്. ഗുരുവായൂരപ്പന് ഉച്ചപൂജയുടെ സമയത്താണ് തൃമ്മധുരം നേദിക്കുന്നത്. ശർക്കരയും നാളികേരവും നേന്ത്രപ്പഴവും ചേർത്തതാണ് ഇവിടുത്തെ തൃമ്മധുരം ഉള്ളത് കേട്ടോ. അപ്പം അത് നമുക്ക് ഷീട്ടാക്കണമെങ്കിൽ രാവിലെ ഷീട്ടാക്കണം. ഉച്ചപൂജയ്ക്കാണ് അത് ലഭിക്കുക. വളരെ കുറച്ച് അളവ് മാത്രമാണ് തൃമ്മധുരം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഷീട്ടാക്കിയാൽ അല്ലെങ്കിൽ തലേദിവസം ഷീട്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഉച്ചപൂജയ്ക്ക് ഈ ഒരു പ്രസാദം ലഭിക്കുക. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന അഴൽ നമുക്ക് വൈകുന്നേരവും ഷീട്ടാക്കാം. അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞതിന് ശേഷം ഭഗവതിക്കാണ് അഴൽ നിവേദ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ആണെങ്കിലും ഷീട്ടാക്കാം. ഇനി ആൾരൂപം, നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ആൾരൂപം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. പാൽപ്പായസം ഭഗവാന് പാൽപ്പായസം 2 നേരം അല്ലെങ്കിൽ 3 പൂജയ്ക്ക് ആണ്. രാവിലെ 12 പാൽപ്പായസം ഉണ്ട്, ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം ഉണ്ട്, അത്താഴപൂജയ്ക്കും പാൽപ്പായസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചപൂജയുടെ പാൽപ്പായസമാണ് കൂടുതലും ഭക്തജനങ്ങൾ ഷീട്ടാക്കാറുള്ളത്. ഉച്ചപൂജയുടെ പാൽപ്പായസം കിട്ടണമെങ്കിൽ ആദ്യകാലത്തൊക്കെ 10 മണിക്ക് മുൻപ് ഷീട്ടാക്കണം എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അളവ് കൂടുതലായിട്ടും കരുതുന്നുണ്ട്. ഭക്തജനങ്ങൾ അനേകം പേരെ ഷീട്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് 12 മണി വരെ ഷീട്ടാക്കാൻ സാധിക്കും എന്നാണ് അറിവ്. രാത്രിയിലത്തെ അത്താഴപൂജയുടെ പാൽപ്പായസത്തിന് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക വേണം. രാവിലെ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ അത്താഴപൂജയുടെ പാൽപ്പായസം എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ ഈവനിങ് ടൈമിൽ ഷീട്ടാക്കാനായിട്ട് സാധിക്കില്ല. തിരുമുടിമാല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷീട്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ശൈലജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. മുകുന്ദാഷ്ടകം എഴുതി സമർപ്പിക്കാമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും എഴുതി സമർപ്പിക്കാം. നോക്കൂ, ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളോ അല്ലെങ്കിൽ ശ്ലോകങ്ങളോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് അത് എഴുതി സമർപ്പിക്കുക തന്നെ ചെയ്യാം. ശുദ്ധം നോക്കി അതിലത്തെ തെറ്റുകൂടാതെ എഴുതാൻ ശ്രമിക്കൂ. സമയമെടുത്ത് പതുക്കെ ആയാലും തെറ്റ് വരാതെ എഴുതാൻ ശ്രമിക്കൂ കേട്ടോ. അത് എന്തായാലും എഴുതി സമർപ്പിക്കാം.
അടുത്തതായിട്ട് ബീന കെ നായർ ആണ് ചോദിച്ചിരിക്കുന്നത്, ആണുങ്ങൾ അടിപ്രദക്ഷിണം ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. വളരെ വിരളമായിട്ടാണ് ചെയ്യാറുള്ളത് എങ്കിൽ പോലും ആണുങ്ങളും അടിപ്രദക്ഷിണം ചെയ്യാറുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യാൻ സാധിക്കാത്ത പുരുഷന്മാർ, അതുപോലെ തന്നെ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ ദൂരദേശങ്ങളിൽ നിന്ന് വന്നിട്ട് ഈറനോടെ വേണമല്ലോ ഈ ശയനപ്രദക്ഷിണം ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ശയനപ്രദക്ഷിണം ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാരും അടിപ്രദക്ഷിണം വെക്കാറുണ്ട് കേട്ടോ. ഇത് സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളതല്ല. ഗുരുവായൂർ അമ്പലത്തിലെ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം അനുവദനീയമല്ലാത്തത് കൊണ്ട് അതിന് പകരമായിട്ടാണ് അടിപ്രദക്ഷിണം. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളാണ് ഇതിനെ പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ പോലും പുരുഷന്മാരെ അടിപ്രദക്ഷിണം വെക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് സരിത സതീഷ് എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഗുരുവായൂർ ഒരു പ്രോഗ്രാം നടത്തണമെന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ഏത് ഓഡിറ്റോറിയമാണ് എന്ന് പറയണം. അതായത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണോ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണോ? രണ്ടിനും രണ്ട് റേറ്റാണ് വരുന്നത്. മാത്രമല്ല മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ അതിന് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് കിട്ടുന്ന ദിവസം ഏതാണ്, നമ്മളൊരു ദിവസം നിശ്ചയിച്ച് പോയാൽ നമുക്ക് ആ ദിവസം കിട്ടില്ല. കാരണം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇവിടെ ഒഴിവുണ്ടാവുക എന്നുള്ളത് അറിയില്ലല്ലോ. ഇനി എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് ഓരോരുത്തരുടെ പേരും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് നറുക്ക് വീഴാൻ വേണ്ടിയിട്ട് നമ്മുടെ പേര് അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ തരും. അതിനുശേഷം 10 മണിയാവുമ്പോൾ നറുക്കെടുക്കലുണ്ട്. ആ നറുക്കിൽ നമ്മുടെ പേര് നമുക്ക് ആ ടോക്കൺ നമ്പർ കിട്ടുകയാണെങ്കിൽ ആ ദിവസത്തേക്ക് നമുക്ക് ആ പ്രോഗ്രാം ഇത്ര സമയം എന്ന് പറഞ്ഞ് അനുവദിച്ച് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് വരുന്നത്. റേറ്റും കാര്യങ്ങളും കൂടുതൽ വിവരങ്ങളും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് വിശദമായിട്ട് പറയാം. പിന്നെ അടുത്തതായിട്ട് സീമ റാണി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മുൻപ് ചോദിച്ചിരുന്നു, സവിത എടുത്തില്ല എന്ന് പറഞ്ഞു. അതങ്ങനെ എടുക്കണമെന്ന് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അത്താഴപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുൻപ് ഈ ചോദ്യമല്ല കേട്ടോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചത്, അത് വേറൊരു ചോദ്യമാണ്. ഇപ്പം എന്തായാലും ഈ ചോദ്യം ഞാൻ വായിക്കാം. സീമ റാണി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് മുൻപ് തിരുമേനിമാരും 2 അമ്മമാരും പിന്നെ വേറെ 2 ലേഡീസും ചേർന്ന് എന്താണ് അവിടെ ചെയ്യുന്നത്? പിന്നെ പാട്ട് പാടി ഉറക്കുന്നതും കണ്ടു. ഇതൊക്കെ ഏതെങ്കിലും കുടുംബക്കാരാണോ ചെയ്യുന്നത് എന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പാട്ട് പാടി ഉറക്കുന്ന ഒരു സംഭവമോ അത്താഴപൂജയ്ക്ക് ശേഷം അവിടെ സ്ത്രീകൾ മാത്രം നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അത്താഴപൂജ കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അതായത് വിളക്ക് എഴുന്നള്ളിപ്പിനായിട്ട്, തിടമ്പിൽ വിളക്ക് എഴുന്നള്ളിപ്പിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കും. പുറത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം വീണ്ടും അകത്തേക്ക് ഗുരുവായൂരപ്പനെ ആ ഒരു തിടമ്പിൽ തന്നെ ശാന്തിയേറ്റ കീഴ്ശാന്തി അകത്തേക്ക് എഴുന്നള്ളിക്കും. ഓലവായന എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അത് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അന്നത്തെ കണക്ക് അവിടുത്തെ ആ ഒരു ചുമതല ഏറ്റിട്ടുള്ള ആളുകൾ വായിക്കുക എന്നുള്ളതാണ് ഓലവായന എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിന്നെ തൃപ്പുകയാണ്. തൃപ്പുക എന്ന് പറയുന്നതാണ് ഭഗവാനെ ഉറങ്ങാനുള്ള ആ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. അത് ശാന്തിയേറ്റ കീഴ്ശാന്തിയും ഗുരുവായൂരപ്പനും മാത്രമേ അപ്പോൾ ശ്രീലകത്ത് ഉണ്ടാവുള്ളൂ. നട അടയ്ക്കും 5 മിനിറ്റോളം. അതിനുശേഷം നട തുറക്കും. ഈ സമയത്തൊന്നും ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് പുറത്തിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന ആ ഒരു ഗാനത്തോടു കൂടി, ആ ഗാനം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ശ്ലോകം ഒരു ഗാനരൂപേണയാണ്, ആ ഒരു ട്യൂണൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എല്ലാവരും ചൊല്ലാറുള്ളത്. അതിനുശേഷം തൃപ്പുകയുടെ നെയ്യ് കിട്ടും, നെയ്യ് പ്രസാദമായിട്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നട അടച്ചു. അതിനുശേഷം വടക്ക് വശത്തായിട്ട് കൃഷ്ണനാട്ടങ്ങളിൽ നടക്കാറുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് വരുന്നത്. അതല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉറക്കുപാട്ടില്ല. ഉടുപ്പിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ ഉറക്കുപാട്ടും, അതുപോലെ തന്നെ ഊഞ്ഞാല് പോലെയുള്ള ആ ഒരു തൊട്ടിലുള്ള ആട്ടലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ സുകൃതഹോമത്തിൻ്റെ പ്രസാദം കിട്ടുമോ എന്നാണ് പത്മ എന്ന ഭക്ത തിരുവനന്തപുരത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
അത് കിട്ടും, പക്ഷെ അതിൻ്റെ സമയം എപ്പോഴാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. കാരണം ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞിരുന്നു, സുകൃതഹോമം നമുക്ക് ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാൻ പാകത്തിനാക്കിയത് ഈ വർഷത്തിലായതുകൊണ്ട് തന്നെ എപ്പോഴാണ് പ്രസാദം ലഭ്യമാകുക എന്നുള്ള കൃത്യമായ കണക്ക് എനിക്ക് പറയാൻ അറിയില്ല. അപ്പം ഞാനത് അന്വേഷിച്ചിട്ട് ആരോടെങ്കിലും ചോദിച്ച് നോക്കാം, ഒരു ഐഡിയ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ, എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ എപ്പോഴാന്നുള്ളതും. അത് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് RJK എന്നാണ് ID കാണുന്നത്. സരിത നമസ്കാരം, എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. ഗുരുവായൂരിൽ 2 ഗണപതി പ്രതിഷ്ഠകൾ ഉണ്ടല്ലോ, ഒന്ന് അകത്തും മറ്റൊരെണ്ണം പുറത്തും. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? അതുപോലെ തന്നെ ഭക്തർക്ക് ഗണപതിക്ക് കറുക് നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കുമോ? തേങ്ങ ഉടയ്ക്കാറുള്ളത് പോലെ ഭക്തർക്ക് വഴിപാടുകൾ നടത്താൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. അകത്തും പുറത്തും ഗണപതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പുറത്തെ ഗണപതി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കാര്യാലയ ഗണപതിയാണ് കേട്ടോ. കാര്യസിദ്ധി ഗണപതി എന്നുകൂടി അറിയപ്പെടുന്ന കാര്യാലയ ഗണപതി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്തായിട്ടാണുള്ളത്. അതാണ് പുറത്തെ ഗണപതി എന്ന് ഉദ്ദേശിച്ചത്. അത്തിമര ഗണപതി എന്നൊക്കെ ആളുകൾ പറയാറുള്ള ആ ഒരു ഗണപതി പ്രതിഷ്ഠയാണ് പുറത്തെ ഗണപതി എന്ന് ഉദ്ദേശിച്ചത്. അകത്തെ ഗണപതി ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുള്ള അകത്തെ ഗണപതി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നാളികേരം നമുക്ക് തന്നെ കൊണ്ടുപോയി ഉടയ്ക്കാവുന്നതാണ്. എന്നാൽ കറുകമാലയൊക്കെ നമുക്ക് അവിടെ സമർപ്പിക്കാം, അല്ലെങ്കിൽ പറയാനേ പറ്റുള്ളൂ. നേരിട്ട് നമ്മുടെ കൈകൊണ്ട് ചെയ്യാറില്ല. ഈ വഴിപാടുകളൊക്കെ എങ്ങനെയാണ് ഇനി ആ ഗണപതിക്ക് നടത്തേണ്ടത് എന്നാണെങ്കിൽ, കിഴക്കേ പുഷ്പകം എന്നൊരു ഗൃഹം കാണാം. നേരെ ഈ ഒരു ഗണപതിയുടെ ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്ന് തന്നെ കിഴക്കേ പുഷ്പകം എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ കടന്നു ചെന്നാൽ അത് നമ്പീശന്മാരുടെ ഒരു ഇല്ലാണ്. അവരാണ് അവിടുത്തെ കഴക കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവിടെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഗണപതിക്ക് പൂജ, കരകമാല, പുഷ്പാഞ്ജലി അങ്ങനെയുള്ള വഴിപാടുകളെല്ലാം നമ്മൾ അവിടെയാണ് പറഞ്ഞ് ഏൽപ്പിക്കുക. ഇന്നും ഗണപതി പൂജയ്ക്ക് 60 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. കുറേ വർഷങ്ങളായിട്ട് 60 രൂപയാണ്, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. 60 രൂപയാണ്. രാവിലെയും വൈകുന്നേരവും നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം പൂജ വേണമെങ്കിൽ രാവിലെ എങ്കിലും പറയണം, രാവിലെ പൂജ വേണമെങ്കിൽ തലേദിവസം വൈകുന്നേരം എങ്കിലും പറയണം. അവിലാണ്, നിവേദിച്ച അവിലാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുക. പൂജ നമ്മൾ ചീട്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സമയം പറയും, ഇന്ന സമയത്ത് വന്നോളൂ പൂജയിൽ പങ്കെടുക്കാൻ എന്ന്. ആ സമയത്ത് ചെന്നാൽ നമുക്ക് പ്രസാദവും ലഭിക്കും. ഇങ്ങനെയാണ് അവിടുത്തെ എല്ലാ വഴിപാടുകളും ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു ഗണപതിയുടെ വഴിപാടുകളെല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണ്. അടുത്തതായിട്ട് സരള മേനോൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, കടമകൾ എന്നൊരു സബ്ജക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുമോ ഒരു ദിവസം? ഇപ്പോൾ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ അത്? ആരും പറഞ്ഞു കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. ആരുടെ കടമയെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി കടമകളെ കുറിച്ച് പറയണമെങ്കിൽ അത് അത്രയും ഈ പറഞ്ഞ പോലെ തന്നെ ആരും പറയാൻ പോലും ധൈര്യപ്പെടാത്തൊരു കാലത്ത് ഞാനായിട്ട് ആ ഒരു സബ്ജക്റ്റ് എടുക്കുന്നത് ശരിയല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് അങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെയുള്ള കടമകളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ബോധമില്ല കേട്ടോ. എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പം അത്ര വലിയ സബ്ജക്റ്റ് ഞാൻ കൈകാര്യം ചെയ്താൽ ശരിയാവുമെന്ന് തോന്നണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടുത്തതായിട്ട് ദേവകി അമ്മ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഭഗവാന്റെ തൃപ്പുക കഴിഞ്ഞ് കിട്ടുന്ന നെയ്യ് വായിൽ തൊടാതെ സേവിക്കണം എന്ന് പറയുന്നു. അതായത് നാവിൽ കൈ തൊടരുത്, ഒരു തുള്ളിയെ കിട്ടൂ. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ കൈ എച്ചിലാക്കരുത് എന്ന് പറയില്ലേ, കൈ എച്ചിലാക്കാതെ വേണമെന്ന്. പക്ഷെ തീർത്ഥം സേവിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. അതേപോലെ ഒരു തുള്ളി മാത്രം ആണ് നമുക്ക് എണ്ണയും രാവിലെ ലഭിക്കാറുള്ളത്. അപ്പോഴും നമ്മളുടെ കൈ എച്ചിലാവാതെ ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് അത് അങ്ങനെ സേവിക്കാം, എന്നിട്ട് കൈ നനയ്ക്കാം എന്നുള്ളത് മാത്രമാണ് അവിടെ ഓപ്ഷൻ കേട്ടോ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമുക്കിത് അറിയാത്തത് കൊണ്ടല്ല, നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അടുത്ത ചോദ്യമാണ്, ഞാൻ നേരത്തെ ഇതാണ് എടുക്കാതിരുന്ന ചോദ്യം എന്ന് പറഞ്ഞത്. മല്ലിക എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഈ ചോദ്യം ചോദിച്ചിരുന്നു, ഇത് എടുത്തില്ല, എൻ്റെ ഒരു സംശയമാണ്. അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ ഭഗവാന്റെ മുന്നിലെ വിളക്കുകൾ കെടുത്തുമോ അതോ കെടാവിളക്കായി കത്തിക്കുമോ? എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു തിരിയെങ്കിലും അവിടെ കെടുത്താതെ വെക്കാറുണ്ട് കേട്ടോ. അത് കെടാവിളക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ വിളക്ക് മാറ്റിക്കൊണ്ടിരിക്കും, എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്ന വിളക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു തിരിയെങ്കിലും അവിടെ കത്താതിരിക്കില്ല. പൂർണ്ണമായും ഇരുട്ടിലേക്കല്ല, ഒരു ശ്രീലകത്തും ഏതമ്പലത്തിൻ്റെ ശ്രീലകത്താണെങ്കിലും ഒരു തിരി അവിടെ ബാക്കി വെച്ചിട്ട് തന്നെയാണ്, അതിൽ നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് എല്ലാ മേൽശാന്തിമാരും പുറത്തേക്ക് കടക്കാറ്. അതുപോലെ തന്നെ ആയിരിക്കാം
ഗുരുവായൂർ ക്ഷേത്രത്തിലും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃപ്പുക കഴിഞ്ഞിട്ട് നട അടയ്ക്കുന്ന സമയത്ത് നമുക്കാർക്കും, ഭക്തജനങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരിയെങ്കിലും അവിടെ കത്തുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ എല്ലാ തിരിയും കൂടി മുഴുവനായിട്ടും കെടുത്തി വെച്ചിട്ടല്ല പോരാറുള്ളത് കേട്ടോ. അമൃത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാരായണീയം വായിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി, അതുകൊണ്ട് വല്ല കുഴപ്പവും ഉണ്ടോ? ഇനി ആദ്യം മുതൽ തുടങ്ങണമെന്ന് അങ്ങനെയില്ല കേട്ടോ. നാരായണീയം ദശകങ്ങളാണ്. അപ്പോൾ ദശകങ്ങൾ എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റേഴ്സിനെയാണ്. 10 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു ദശകം. അപ്പോൾ അത് എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിരുന്നു, എൻ്റെ അമ്മയ്ക്ക് വയ്യാതായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ നാരായണീയത്തിനെ കുറിച്ച്, അത് വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചും പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 1 മുതൽ 100 ദശകം വരെ വായിക്കും. അതിനുശേഷം വീണ്ടും 1 മുതൽ എത്തുന്നത് വരെ വായിക്കും. പിറ്റേ ദിവസം എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ച് 100 വരെ വായിക്കും. അതിനുശേഷം വീണ്ടും 1 മുതൽ അങ്ങനെ തുടങ്ങും. ചില സമയത്ത് ഞാൻ 90 മുതൽ 100 വരെ മാത്രം വായിക്കും. പിന്നെ വീണ്ടും 1 എന്ന് വായിക്കും. അങ്ങനെയായിരുന്നു വായിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വായിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. 90 മുതൽ 100 വരെ എന്ന് പറയുന്നത് ഏകാദശി സ്കന്ധത്തിലെ കഥകളാണ്. അത് മാത്രമായിട്ട് വായിക്കാറുണ്ട്. അത് കുറച്ച് ടഫ് ആയതുകൊണ്ട് കുറേ സമയം എടുക്കും വായിക്കാൻ. അപ്പോൾ അത് ആദ്യം വായിക്കും. പിന്നെ അതിനുശേഷം ഒന്നാമത്തെ ദശകം തുടങ്ങി 90 ദശകം വരെ വായിക്കും. അങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെയൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളാണുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക്. ഇന്ദു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇതാണ് വരികൾ. ഈ വരികൾ ഏതിലെയാണ്, ആരെഴുതിയതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു ചോദ്യം കേട്ടോ. ഇതും ഞാൻ പറയാറുള്ളത് തന്നെയാണ്. അപ്പോൾ ടഫാന്നൊന്നും വിചാരിക്കേണ്ട, ട്രൈ ചെയ്ത് നോക്കി എന്തായാലും കിട്ടും. അതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമല്ല, നിങ്ങളുടെ സംശയങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കോളൂ. ഞാൻ ഇന്നൊരു കഥയും കൊണ്ടാണ് വന്നിരിക്കണേ. പക്ഷേ ഇപ്പം തന്നെ 22 മിനിറ്റ് ആയി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കഥ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നാളെ ഞാൻ ആ കഥയും കൊണ്ട് തന്നെ വരാം. നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും എല്ലാമായി നമുക്ക് നാളെ കാണാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.